+2 മാത്രമുള്ള ഒരാളാണ് ഞാൻ. ഡിഗ്രി പകുതി നിർത്തിയതായിരുന്നു. എനിക്ക് അങ്ങനെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ല. ഇതിലോട്ട് വന്നപ്പം എല്ലാവരുടെയും സപ്പോർട്ടും മെന്റേഴ്സിന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയപ്പം എനിക്ക് തോന്നി ഇതും എന്നെ കൊണ്ട് പറ്റും എന്നുള്ളത് എനിക്ക് തോന്നി. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇന്ന് എൻ്റെ അച്ചീവ്മെന്റ് ഡേ ആണ്. എൻ്റെ ലൈഫില് ഫസ്റ്റ് അച്ചീവ്മെന്റ് എന്ന് പറയാം. കാരണം ഞാൻ ഡിഗ്രിക്ക് പോകുമ്പോൾ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ ഡിഗ്രി കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. I am Nishihat. I am from Calicut. ഞാൻ ഒരുപാട് വർഷത്തെ കരിയർ ഗ്യാപ്പിന് ശേഷമാണ് പുതിയൊരു കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മൈൻഡിൽ വെച്ച് നിൽക്കുന്ന സമയത്താണ് CDA അക്കാഡമി മുന്നിലോട്ട് വന്നത്. ഞാനൊരു 3 വർഷത്തോളം മാർക്കറ്റിങ്ങിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു, സെയിൽസിൽ. ആ സമയത്താണ് ഒന്നുമല്ലാത്തൊരു സമയത്ത് നിന്നിട്ട് അതിലോട്ട് എൻ്റെ ഒറ്റ റിസ്കിൽ ഞാൻ ഇറങ്ങി തിരിച്ചതായിരുന്നു. എന്തെങ്കിലുമൊക്കെ വേണം എന്നുള്ള രീതിയിൽ. എനിക്ക് അങ്ങനെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ല. +2 മാത്രമുള്ള ഒരാളാണ് ഞാൻ. ഡിഗ്രി പകുതി നിർത്തിയതായിരുന്നു. എനിക്ക് മാർക്കറ്റിങ്ങിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായപ്പോൾ അതിലുള്ള എനിക്ക് കിട്ടിയ അംഗീകാരങ്ങളും അച്ചീവ്മെന്റ്സും എനിക്ക് ഒരുപാട് എൻ്റെ ജീവിതത്തിൽ തന്നെ നല്ല ചേഞ്ചസ് വന്ന്. അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ഇനിയും ഒരുപാട് എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റുമെന്നും ഒരുപാട് നേടണമെന്നും തോന്നി. എന്തോ ഒന്ന് എൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ആ ഒരു സമയത്ത് ഞാൻ വെറുതെ ഇരിക്കുന്ന സമയത്ത് പുറത്ത് പോവാൻ എനിക്ക് പറ്റത്തില്ല, മോനുണ്ട്. എന്തെങ്കിലും പഠിച്ചിട്ട് പ്രൊഫഷണലായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്താലോ എന്നുള്ള ഒരു ചിന്തയിൽ ഇരിക്കുമ്പോഴാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അന്ന് തിളങ്ങി നിൽക്കുന്ന സമയമാണ്, ഇപ്പോൾ ഒരു 6 മന്തോളായിട്ട്. അപ്പോൾ എന്തുകൊണ്ടും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്തുകൊണ്ട് ആയിക്കൂടാന്ന് ചിന്തിച്ചപ്പോൾ ഞാനാണെങ്കിൽ സൗദിയിലായിരുന്നു ഹസ്ബൻഡിൻ്റെ കൂടെ വെറുതെ ഇരിക്കുന്ന സമയം. അപ്പോൾ ഓൺലൈൻ ബാച്ചസ് ഉണ്ട് എന്നൊക്കെ നോക്കി. അപ്പോൾ എല്ലായിടത്തും ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കോഴ്സസ് ഇങ്ങനെ റീൽസിലും ഒരുപാട് നമ്മൾ മൈൻഡിൽ വിചാരിക്കുന്നത് എല്ലായിടത്തും വരുന്നത് കണ്ട് അങ്ങനെ എൻ്റെ മൈൻഡിൽ എനിക്ക് എന്തുകൊണ്ടും സ്യൂട്ടബിൾ ആയിട്ട് CDA ആയിട്ട് തോന്നി. അങ്ങനെ ഇതിലോട്ട് വന്ന് ജോയിൻ ചെയ്തു. ഒട്ടും പ്രതീക്ഷയില്ലാതെ, എന്നാൽ ആകെ ഉള്ളത് ഒരു കോൺഫിഡൻസ് മാത്രം വെച്ചിട്ടാണ് ഞാൻ ഇതിലോട്ട് ചുവട് വെച്ചത്. ഇനിയൊന്നും ഇല്ല, എന്നാലും ഒരു ലാസ്റ്റ് പരീക്ഷണം എന്നുള്ള രീതിയിൽ ഞാനൊന്ന് ചുവട് വെച്ച് നോക്കിയതാണ്. അപ്പോൾ ഇതിലോട്ട് വന്നപ്പം എല്ലാവരുടെയും സപ്പോർട്ടും മെന്റേഴ്സിന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയപ്പം എനിക്ക് തോന്നി ഇതും എന്നെ കൊണ്ട് പറ്റും എന്നുള്ളത് എനിക്ക് തോന്നി. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇന്ന് എൻ്റെ അച്ചീവ്മെന്റ് ഡേ ആണ്. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് അച്ചീവ്മെന്റ് എന്ന് പറയാം. കാരണം ഞാൻ ഡിഗ്രിക്ക് പോകുമ്പോൾ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ ഡിഗ്രി കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. സൗദിയിലായിരിക്കുന്ന സമയത്ത് വെറുതെ ടൈം പോക്കുന്നുണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഒരു ജോബ് എന്തായാലും വേണമല്ലോ. ആ ഒരു സമയത്ത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ലൈഫിൽ ഒരുപാട് മാറണം എന്നുള്ള ടൈം. സോ എനിക്കും അതുപോലെ തന്നെ ഉണ്ടായിട്ടുണ്ട്, പ്രത്യേകിച്ചൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം. സോ ആരും ഇല്ലെങ്കിലും ഒറ്റയ്ക്ക് എന്തായാലും ജീവിക്കണം എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെ എന്തെങ്കിലും ഒരു ജോബ് വേണം, അതൊരു അസെറ്റ് ആണല്ലോ. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മുടെ CDAയിൽ ജോയിൻ ചെയ്തു. CDAയിൽ ജോയിൻ ചെയ്ത സമയത്താണ് എല്ലാവരുടെയും ഫുൾ സപ്പോർട്ട്സും കാര്യങ്ങളും ഒക്കെ. അത്രയും എക്സൈറ്റ്മെൻറ്റോട് കൂടെ തന്നെ ഞാൻ ക്ലാസ്സിലൊക്കെ ഇരുന്നതും. എൻ്റെ കൂടെയുള്ള ഒരുപാട് ടീംസ് ടെക്കായിട്ടുള്ള ആൾക്കാരാണ്. എന്നെപ്പോലെ ഒന്നും അല്ലാത്ത ഇടത്തുനിന്ന് വന്നത് ഞാൻ മാത്രമായിരിക്കും. എന്നിരുന്നാലും ഞാനത് മുന്നോട്ട് തന്നെ കൊണ്ടുപോയി. ഇന്ന് എൻ്റെ ഒരു ബെസ്റ്റ് ഡേ ആണ്. ഇനി അങ്ങോട്ടും ഇതിനെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതെൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ടു കരിയർ എന്ന് തന്നെ പറയാം. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു ഭാഗത്തു നിന്ന് കിട്ടുന്ന ഫാമിലി സപ്പോർട്ട്സ്, നമ്മുടെ ബാച്ചിൻ്റെ സപ്പോർട്ട്സ്, നമ്മുടെ മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ട്, ഇതൊന്നും അല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ ഉള്ളിലൊരു കഴിവ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമുക്ക് മറ്റാരെ സപ്പോർട്ട് ഇല്ലാതെ നമ്മൾ ഉയർത്തെഴുന്നേൽക്കാന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് എൻ്റെ ലൈഫിൽ എനിക്ക് നല്ലോണം തോന്നിയിട്ടുള്ള കാര്യമാണ്. കാരണം എന്നെ തുടക്കത്തിലൊന്നും ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് മനസ്സിലായി എനിക്ക് എന്തോന്നുണ്ട് എന്നുള്ളത്. എപ്പോഴും ഞാൻ തന്നെ എൻ്റെ ഹസ്ബൻഡിനോട് പറയും ഒരു ഫയർ എൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. അപ്പോൾ എന്നെ ആദ്യമൊക്കെ ഇങ്ങനെ പറഞ്ഞ് കളിയാക്കാറുണ്ടെങ്കിലും പിന്നീട് അവർ തന്നെ അത് സമ്മതിച്ച്. സോ എനിക്ക് അന്നത്തെ കയറി ഇവിടെ ജോയിൻ ചെയ്ത സമയത്തുള്ള ഞാനും
ഇപ്പോൾ ഉള്ള ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഇമോഷണലായിട്ട് എനിക്കൊന്നും കൂടെ തോന്നുന്നത്. കാരണം ഈ ഒരു ഡേ അത് എങ്ങനെ പറഞ്ഞറിയിക്കണം എന്നുള്ളത് എനിക്കറിയില്ല. ഇനിയിപ്പോൾ സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന ഒരു സമയം അത് എന്താണ്, ഏത് രീതിയിലാണ് എനിക്ക് എൻ്റെ ജോബ് എന്നുള്ളൊരു സ്വപ്നം അത് സക്സസ് ആയ പോലെയാണ് എനിക്കിപ്പോൾ തോന്നിയിട്ടുള്ളത്.